ഇന്ധനവില വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലറായ നയാര എനർജി പെട്രോൾ വില ലിറ്ററിന് 5 രൂപ 30 പൈസയും ഡീസലിന് ലിറ്ററിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം നയാരയുടെ ചുവട് പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ മറ്റുള്ള കമ്പനികൾ, അതിപ്പോൾ പൊതുമേഖലാ കമ്പനികൾ ഉൾപ്പെടെ ഒരു പക്ഷേ ഇന്ധനവില വർദ്ധിപ്പിക്കുമോ എന്നുള്ള സംശയവും ആശങ്കയും ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനോടകം തന്നെ നയാര എനർജി വർദ്ധിപ്പിച്ച ആ പുതിയ തുക അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പെട്രോള് ലിറ്ററിന് 5.30 രൂപയും അതുപോലെ തന്നെ ഡീസലിന് ലിറ്ററിന് 3 രൂപയുമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ റീറ്റെയിൽ ഇന്ധന കമ്പനിയാണ് ഈ പറയുന്ന നയാര എനർജി. അവർക്ക് സ്വന്തമായി ഇന്ത്യയിൽ ഉടനീളം പമ്പുകളുണ്ട്, സ്വന്തമായിട്ട് തന്നെ അത് കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല ഗുജറാത്തിലെ വാദിനാറിലുള്ള ദ്വാരക ജില്ലയിലെ വാദിനാറിലുള്ള ഏറ്റവും വലിയ റിഫൈനറിയും അവർക്ക് സ്വന്തമാണ്. ഈ ആഗോള ഇന്ധന പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ആ ഒരു റിഫൈനറി അവർ താൽക്കാലികമായി അടച്ചിരുന്നു. ഇപ്പോഴും ആ ഒരു റിഫൈനറി അടച്ചു തന്നെ കിടക്കുകയാണ്. ഈ പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള ഇടയിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നയാര എനർജി കടന്നിരിക്കുന്നത്. ഇതെന്തായാലും ഒരു സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് തന്നെ മറ്റ് പൊതുമേഖല ഇന്ധന കമ്പനികളൊന്നും തന്നെ ഈ പുതുക്കിയ വില ആയിരിക്കില്ല ആ കമ്പനികളിൽ നിലവിൽ കൊടുക്കേണ്ടി വരിക. അവിടെയെല്ലാം തന്നെ പഴയ വിലയാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിട്ടുമുണ്ട് നിലവിൽ ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ സ്വകാര്യ റീറ്റെയിലർ ഇപ്പോൾ ഇന്ധന വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് 5 രൂപയ്ക്ക് മേലെ പെട്രോളിനും 3 രൂപ ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.